ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാജീവളിയൻ ഇത്ര പെട്ടെന്ന് കൊല്ലപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. കൊല്ലപ്പെട്ടതല്ലോ, മഴയത്ത് സംഭവിച്ച ആക്സിഡന്റ് അല്ലേ? ഏതോ വണ്ടി ഇടിച്ചെന്നോ, അതോ അളിയന്റെ വണ്ടി ആ വണ്ടിയിൽ ഇടിച്ചെന്നോ? എന്റെ ഡ്രസ്സിങ്, നടത്തം, സംസാരത്തിലെ വിനയം, എന്തും സഹിക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെയാ എന്ത് വില കൊടുത്തും വന്ദനെ സ്വന്തമാക്കണമെന്ന് എന്നിൽ ഉറപ്പിച്ച ഘടകങ്ങൾ. ആ വന്ദന തളർന്നു പോകരുത്. ഒരു ജന്മത്തിൽ അനുഭവിച്ചു തീർക്കാനുള്ള വേദനകളൊക്കെ അനുഭവിച്ചു തീർത്തവളാ ഞാൻ. അതുകൊണ്ടിപ്പോ എനിക്ക് എന്തു സഹിക്കാനുള്ളൊരു മനസ്സുണ്ട്. കള്ളി എന്ന് പേര് വീഴാതെ ജഗൻ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ വിദ്യയെടുത്ത് ഈ അബദ്ധമൊക്കെ കാണിച്ച്? ഇതിപ്പോ വടി കൊടുത്ത് അടി മേടിച്ചതുപോലെ ആയില്ലേ? ഞാൻ വന്ദനയ്ക്ക് വെച്ച കെണിയാ ബൂമറാങ് പോലെ എനിക്ക് വന്ന് പതിച്ചത്. ഏതായാലും വിദ്യയെടുത്ത് കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയി. ഇനി ഞാൻ ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല. അല്ലെങ്കിൽ അവര് വിചാരിക്കും വിദ്യയെടുത്തയുടെ കൂടെ ഞാനും കൂടി ചേർന്ന് ചെയ്തതായിരിക്കുമെന്ന്. ഹരിതേ, പിന്നല്ലാതെ. അമ്മ ഇന്ന് സംസാരിച്ചപ്പോ മുന വെച്ച് ചില വാക്കുകൾ പറഞ്ഞു. എന്തു പറഞ്ഞു? വിദ്യയെടുത്തി പല അടവും പഠിച്ചവളാണെന്നും വിദ്യയെടുത്തിയുടെ കൂടെ നടന്ന ഞാനും കൂടെ ചീത്തയായി പോവെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞോ? ഇനി ഇതേപ്പറ്റി ചോദിക്കാനൊന്നും നിക്കണ്ട. പിന്നെ അത് മതി അമ്മ എന്റെ മെക്കെട്ടുകാരൻ. നീ ഏതായാലും പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഞാനിത് അറിയുമായിരുന്നില്ലല്ലോ. എന്നാ ശരി ചേച്ചി, എന്നതാ അമ്മ വിളിക്കുന്നേ? എവിടെ? ഞാൻ കേട്ടില്ലല്ലോ. വിളിച്ചു, ഞാൻ കേട്ടതാ. ഞാൻ പോയിട്ട് പിന്നെ വരാവേ. അമ്മേ, അതാ വരുന്നമ്മേ. രക്ഷപ്പെട്ടു. മാഡം, പാല്. അവിടെ വെച്ചേക്ക്. തമ്പുരാട്ടിക്ക് തിളച്ച പാല് കുടിക്കാനല്ലേ ഇഷ്ടം. അതുകൊണ്ട് നല്ല തിളച്ച പാല് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടി അമ്മിണി ഒരു കളിയാക്കല്? മോഷണം ഞങ്ങളെ പോലുള്ള പാവങ്ങളൊന്നും ചെയ്യത്തില്ല. ഇടി, എച്ചില് പാത്രം കഴുകുന്നവളെ നാവിട്ടടിക്കുന്നോ? ദേ, മാന്യമായിട്ട് സംസാരിക്കണം. ചി, നിർത്തടി. എന്നാ പോട്ടെ കൊച്ചമ്മേ. ചത്തും മണ്ണടിഞ്ഞവന്റെ ഫോട്ടോ നോക്കി നിന്ന് സഹതപിക്കുന്ന സഹോദരി. അയ്യോ, ചത്തതല്ലോ, പൊല്ലിച്ചതല്ലേ ഈ ഞാൻ. രാഗി, എന്താ മോളെ ഇത്? ചിലരുള്ളപ്പോ അവര് നമുക്ക് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല.
ഒരിക്കലും തിരികെ കിട്ടാത്ത വിധത്തിൽ നഷ്ടപ്പെടുമ്പോ തിരിച്ചറിയും. ഉം. ആ തണലും തലോടലും എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന്. എന്തായാലും രാജീവളിയൻ ഇത്ര പെട്ടെന്ന് കൊല്ലപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. കൊല്ലപ്പെട്ടതല്ലോ, മഴയത്ത് സംഭവിച്ച ആക്സിഡന്റ് അല്ലേ? ഏതോ വണ്ടി ഇടിച്ചെന്നോ, അതോ അളിയന്റെ വണ്ടി ആ വണ്ടിയിൽ ഇടിച്ചെന്നോ ആർക്കറിയാം. പോയത് പോയി, നഷ്ടം നമുക്ക് മാത്രം. രാജീവളിയന്റെ അളിയാന്നുള്ള ആ വിളി ഇപ്പോഴെന്റെ കാതിൽ മുഴങ്ങ. പാവ രാജീവളിയൻ. ആ ജാതകദോഷം പിടിച്ച വന്ദനെ കെട്ടാൻ പുറപ്പെട്ടതോടെ തീർന്നില്ല എല്ലാം. സാഗറെ, ആ വക്കീല് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. രാജീവളി മരിച്ചു. സ്വത്തുക്കൾ മുഴുവനും ആ വന്ദനയുടെ പേരില് ദിയമോൾക്ക് 18 വയസ്സാവുന്നവരെ പവർ ഓഫ് അറ്റോർണി എഴുതി വെച്ചു. വന്ദന സ്വത്തുക്കൾ നമ്മുടെ പേരിൽ എഴുതി വെച്ചിട്ട് ദിയമോളും കൊണ്ട് പോവുകയും ചെയ്തു. അതോടെ തീർന്നില്ലേ? സ്വത്ത് മാത്രമല്ലല്ലോ കാര്യം. ദിയമോൾ, എന്റെ രാജീവേട്ടന്റെ മോള് ദിയ. അവളെ ആ എരണം കെട്ട വന്ദന കൊണ്ടുപോയതല്ലേ? വിടില്ല അവളെ ഞാൻ. വക്കീല് വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. ഇരിക്കെ. വക്കീലിന് കാര്യങ്ങളൊക്കെ അറിയാലോ. സാഗർ വിളിച്ചപ്പോഴേ ഞാൻ ചിന്തിച്ചതാ എന്തിനായിരിക്കും ഇപ്പൊ എന്നെ വിളിപ്പിക്കുന്നതെന്ന്. ആ വിൽപ്പത്ര പ്രകാരം രാജീവ് മേനോന്റെ മകൾ ദിയയ്ക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ നിയമപരമായി ഒരു ക്രയവിക്രയവും നടക്കില്ല. വ്യവസ്ഥകളെല്ലാം ഞാൻ വായിച്ച് ബോധ്യപ്പെടുത്തിയതായിരുന്നല്ലോ. അതൊക്കെ അറിയാം. എനിക്കിപ്പോഴൊരു സംശയം. എന്താ വക്കീലെ? ഞങ്ങള് വക്കീലന്മാര് ഒരു വിൽപ്പത്രം കിട്ടിയ അതെങ്ങനെ അസാധുവാക്ക എന്ന മാർഗമാണ് ആദ്യം പരിശോധിക്കുക. പക്ഷേ ദിയയുടെ അച്ഛൻ രാജീവ് മേനോൻ എഴുതി വച്ച ആ വിൽപ്പത്രം വായിച്ചപ്പോ രാജീവ് മേനോനെ ആരോ കൊല്ലുമെന്ന് അയാള് വിശ്വസിച്ചിരുന്നു. വക്കീലേ, അങ്ങനെ വേണം അനുമാനിക്കാൻ.